അല്ലേ? 4 ഗ്രന്ഥമാണ് മെയിനായിട്ട്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. ഈ 4 വേദഗ്രന്ഥങ്ങൾ പ്രശസ്തനാകുന്ന 4 പ്രവാചകർക്ക് അല്ലാഹു കൊടുത്തു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചത്, അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഫതാവൽ ഹദീസിൽ 9-ാമത്തെ പേജിൽ കാണാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇനി നാളെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നാളെ കടന്നു വരുമല്ലോ. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആകാശ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടു പോയതാണല്ലോ സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാമിനെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കുകളുടെ ചിറകിൻ കീഴിലായിട്ട് അദ്ദേഹം ഇറങ്ങി വരുമെന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിച്ചു, നാളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡമസ്കസിൽ വെള്ളമിനാരത്തിൽ 2 മലക്കുകളുടെ ചിറകിൻ കീഴിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മുത്തുനബിയുടെ ഹദീസിൽ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് എങ്കിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ ആരുടെ ആശയ ആദർശങ്ങളായിരിക്കും അദ്ദേഹം ദഅവത്ത് നടത്തുക? കാരണം ഈസാ നബിയും ഒരു പ്രവാചകനായിരുന്നല്ലോ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മസലകളായിരിക്കുമോ ഇനി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ പ്രബോധനം നടത്തുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവയിൽ കൊടുത്തത് കാണാം. അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കാണാം. അദ്ദേഹം പറഞ്ഞു, ഇനി അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ പ്രബോധനം നടത്തുന്നത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുന്ന ദഅവത്ത് അനുസരിച്ചാണ്. നബി തങ്ങൾ ഏതൊക്കെ രീതിയിലാണോ മസലകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ആ ഒരു ആശയവും ആദർശവും ആയിരിക്കും അദ്ദേഹം ഇനി ഇവിടെ പങ്കുവെക്കുക എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. പണ്ഡിതപക്ഷം അങ്ങനെയാണ്. അവസാന കാലഘട്ടത്തിൽ ഈസാ നബി കടന്നു വന്നാൽ ഇനി ഒരു കാലഘട്ടത്തിൽ ആരുടെ അനുസരിച്ചുകൊണ്ട് പ്രബോധനം നടത്തും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശമാണ്. ആണ് ഞാൻ പറഞ്ഞത്. അവസാന കാലഘട്ടം വരെ ഇനി ഒരൊറ്റ പ്രവാചകൻ, ആ പ്രവാചകന്റേതാകുന്ന വിശുദ്ധ ഖുർആൻ അലയൊലി കൊള്ളും. ജനങ്ങളുടെ കാറ്റലോഗ് വഴികാട്ടി ഖുർആനാണ് നമ്മുടെ ഗ്രന്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. وجاوزنا ببني إسرائيل ബഹുമാനപ്പെട്ട ഈസാ നബിയെ വർണ്ണിച്ചെടുത്ത് ഖുർആൻ പറയുകയാണ്, ബഹുമാനപ്പെട്ടവരെ നാം നിയോഗിച്ചത് ഇസ്രായേലി ജനതയിലേക്ക് മാത്രമാണ്. അതൊക്കെ പഠിക്കാനുള്ള കുറച്ച് ഭാഗങ്ങൾ തരികയാണ്. ഇസ്രായേലി എന്ന് പറയുന്ന ജനതയിലേക്ക് മാത്രമാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനെ അയച്ചത് എന്ന ഖുർആൻ. ഇത് തന്നെ ബൈബിളിലും പറയുന്നു. പിന്നെ എങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ലോകം മുഴുക്കമുള്ളതാകുന്ന ഒരു സമൂഹത്തിന്, ഒരു വിഭാഗത്തിന് രക്ഷിതാവായി കടന്നു വരും? ഖുർആൻ തന്നെ പറയുന്നത് ആർക്ക് മാത്രമാണ് അയച്ചത്? ആരിലേക്ക് മാത്രമാണ് അയച്ചത്? ഈസാ നബിയെ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമാണ് അയച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ലോകത്തിലേക്ക് മുഴുവനും അയക്കപ്പെട്ടത് ഒരേ ഒരു വ്യക്തിത്വം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതവിടെ നിൽക്കട്ടെ, മനസ്സിലാക്കി വെക്കാൻ. ബാക്കിയുള്ള ഓരോ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു നാഫിയ ഇൽമു നമുക്ക് ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായിരുന്നാലും പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ലോകർക്ക് മുഴുവനുമുള്ളതാകുന്ന ജനവിഭാഗത്തിലേക്ക് നിയോഗിച്ചത് അതത് കാലഘട്ടത്തിലെ സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടിയാണ്. സംസ്കാര ശൂന്യരായ സമൂഹത്തെ സംസ്കരണത്തിന് വേണ്ടിയാണ്, അവരെ സൽപാന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഹിദായത്തിന് വേണ്ടിയാണ് ഈ പ്രവാചകന്മാരെ അയച്ചത്. അന്താക്കിയ എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആര്? ബഹുമാനപ്പെട്ട മത്താ റളിയല്ലാഹു അൻഹു, ബുത്റസ് റളിയല്ലാഹു അൻഹു. അവരെയാണ് ബൈബിളിൽ പത്രോസും മത്തായി എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കണം. ബുത്റസ് റളിയല്ലാഹു അൻഹു, പേടിക്കണ്ട, ഉറക്കെ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, വിവാദമൊന്നും ആവൂല. ബുത്റസ്, മത്താ റളിയല്ലാഹു അൻഹു. മത്താ എന്ന് പറഞ്ഞാൽ ആരാണ്? മത്തായിയാണ്. പക്ഷേ ആരാണ്? അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് മത്താ റളിയല്ലാഹു അൻഹു. അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ല? മക്കസലമീന, തംലീഖ, മർതൂനസ്, നൈരൂനസ് റളിയല്ലാഹു അൻഹു മഹത്തുക്കൾ. അവരുടെ ഉസ്താദാണ് ആര്? മത്താ റളിയല്ലാഹു അൻഹു. അവര് ചീട്ട് കളിച്ചുകൊണ്ടും പാതിരാത്രി സമയത്ത് നിശാ ക്ലബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നുകൊണ്ട് സൊറ പറഞ്ഞുകൊണ്ട് വരുന്നതാകുന്ന ഒരു സമൂഹമാണ്. അവരെ ചെന്നുകൊണ്ട് തർബീയത്ത് ചെയ്ത് നന്നാക്കിയാര്? മത്താ റളിയല്ലാഹു അൻഹു. ഭയങ്കര ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം.
അവരുടെ ഉസ്താദാണ്. അപ്പൊ മത്താർ റളിയല്ലാഹുവിനും മുത്തുറസ് റളിയല്ലാഹുവിനും രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് ഇവർ രണ്ടുപേരും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ഈസാ നബിയോട് വിശ്വസിക്കാൻ വേണ്ടി ഈസാ നബി അവരോട് പറഞ്ഞപ്പോ, എന്നെ കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാകുന്ന കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്ന വ്യക്തിയാണ് ബുത്റൂസും മത്തായും എന്ന വിശുദ്ധമായ ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ഈസാ നബിയുടെ അനുയായികളാണ് ആര്? ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉള്ള നമുക്കിടയിലുള്ള മുത്തനബിയുടെ ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക്? ഈസാ നബിയുടെ അനുയായികൾപ്പെട്ട ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താർ റളിയല്ലാഹു അൻഹു ഉള്ള അങ്ങനെ ഇവർ രണ്ടുപേരെയും അന്താക്കിയയിലേക്ക് അയച്ചു. ഞാൻ ചുരുക്കി പറയാൻ, രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു, എവിടെ പോകുന്നത്? പറഞ്ഞ, നിങ്ങൾ ഈ നാട്ടിലേക്കാണ്. എന്തിനെവിടെ പോകുന്നത്? ആ നാട്ടിലെ ഏകദൈവ വിശ്വാസം പുലയിക്കാൻ വേണ്ടിയാണ്. അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു. അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാ നബി അലൈഹി സ്വലാം അയച്ചതാ. നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും. ഇങ്ങനത്തെ നാട്ടുകാരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ശൈഖ് നമ്മളാണ് ഇതിന്റെ ഏജന്റ്. അവിടെ ഇതെല്ലാം കൊടുക്കുന്ന പരിപാടി നമുക്കാണ്. ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കാണ്. അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ജീവിക്കുക. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷയുണ്ടാവൂല, അവർ വിശ്വസിക്കൂല, നിങ്ങൾ ഓടിക്കും. ഇവര് പറഞ്ഞു, ഇല്ല, പോകും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവ് വല്ലതും ഉണ്ടോ? വല്ല എന്തെങ്കിലും വല്ല കറാമത്ത് വല്ലതും ഉണ്ടോ? ഈസാ നബിയുടെ അനുയായികളല്ലേ, പിന്നെ ഉണ്ടോന്നോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാമിന്റെ കഴിവിനെ പറ്റി, വഉബരിഹുൽ അദ്മഹ വൽ അബ്റസ ബിഇذനില്ലാഹ് വഉഹിയൽ മൗതാ ബിഇذനില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ വിളിച്ചു പറയുമായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം. ആ കഴിവ് അങ്ങക്കുണ്ട്. വഉബരിഹുൽ അദ്മഹ വൽ അബ്റസ ബിഇذനില്ലാഹ്. കുഷ്ഠരോഗം ബാധിച്ചവരെയും പാണ്ട് ബാധിച്ചവരുടെയൊക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം. ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുകയും ചെയ്യും. ആ കഴിവ് ഞങ്ങൾക്ക്. എന്നെ വേണ്ട, അതിനപ്പുറത്തോട്ടും വേണം. ഇത് പറ്റുമോ എന്നാണല്ലോ ഉസൂലുൽ ഖായിദ. അങ്ങനെയല്ലേ, കുല്ലു മാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഔലിയാക്കൾക്ക് കറാമത്ത് എന്ന നിലയ്ക്ക് ഉണ്ടാവാം, ഖുർആൻ ഒഴിച്ച്. ഖുർആൻ എന്ന് പറയുന്ന മുഅ്ജിസത്ത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കാം. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ അതുണ്ടായി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ കഴിവുകൾ ഞങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന ആ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞതാ, നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാതിൽ തുറന്ന് കാണിച്ചു. 24 വയസ്സുള്ളതാകുന്ന ജീവച്ഛവമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു. എന്റെ മോനാണ്, ജനിച്ചിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല, കയ്യും കാലും അനക്കാൻ മേല, വൈകല്യമുള്ള മനുഷ്യനാണ്. ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയാ, ഏറ്റെടുത്തു. അദ്ദേഹമാണ് ഉസ്താദ്, ഷെയ്ഖാൻ അദ്ദേഹമാണ്. അദ്ദേഹം കൊണ്ട് നേരെ തിന്നു, തല മുതൽ കാല് വരെ അങ്ങോട്ട് തടവുകയാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടി എഴുന്നേറ്റങ്ങോട്ട് ഇരുന്നു, എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നടന്നു. ഒരല്പസ്വല്പമൊക്കെ അങ്ങോട്ട് നടക്കും. മാത്രമല്ല, ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി. കണ്ട് സന്തോഷിച്ചു. വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി, വേറെ ഒന്നും നിങ്ങളോട് പറയുന്നു. റെഡിയായി. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ്. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വാസം പുൽകുകയാണ്. ആ മനുഷ്യനിതാ ഈസാ നബിയുടെ സ്വഹാബിയായി മാറുകയാണ്.
അനുയായികൾ ഉൾപ്പെടുകയാണ്. ഈസാ നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത്, ശിഷ്യന്മാര് മുഖേനയാണ് ഹിദായത്ത് കിട്ടുന്നത്. അതാണ് നമ്മുടെ വിഷയം കേട്ടോ. സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച. അമ്പ്യാക്കൾ മുഖേന ഹിദായത്ത് കിട്ടുന്നതിൽ നേരത്തെ നമ്മളൊരു ചരിത്രം പറഞ്ഞു. ആരുടേത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു. ഇവിടെ അമ്പ്യാക്കൾക്ക് ശേഷം അവരുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത്. അതെവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്, യാസീനിലുണ്ട്. അതായി പറയുന്നത്, വേറെ എവിടെയും പോകണം. അദ്ദേഹം പറഞ്ഞു, വലിയ സന്തോഷത്തോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി, നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ, കൗമിന്റെ അടുക്കലേക്ക്. എന്നാ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വരാം. നിങ്ങൾ അങ്ങോട്ട് പോയി തുടങ്ങിക്കോ, പ്രബോധനം തുടങ്ങിക്കോ. തൊട്ട് പുറകെ ഞാൻ വരുന്നുണ്ട്. ഖുർആൻ സൂറത്ത് യാസീൻ. വളിബ് ലഹും മസലൻ സ്വഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وهم مهتدون. അതാണ് വാക്ക്. അവസാനം പറഞ്ഞു നിർത്തി എന്താ? വഹും മുഹ്തദൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവ വികാസം ഓർമ്മപ്പെടുത്തുകയാണ്. ബുത്റൂസും മത്തായിയും ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാ അന്താക്കിയ വിഭാഗത്തിലേക്ക് ചെന്നുകൊണ്ട് അവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ ചെല്ലുമ്പോ നിങ്ങൾ കള്ളന്മാരാണ്, ഈസാ നബിയുടെ അനുയായികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യാൻ അന്താക്കിയ ജനങ്ങൾ തിരിയുകയാണ്. കൊല ചെയ്യാൻ വേണ്ടി തുനിയുമ്പോ അവരിലേക്ക് ദൂരെ നിന്നുകൊണ്ട് ഓടി വരുകയാണ്. പട്ടണത്തിന്റെ അങ്ങേ തലയ്ക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ഹബീബുൻ നജാർ റളിയല്ലാഹു തആല അൻഹു ഓടി വന്നുകൊണ്ട് പറയുകയാണ്, ഇത്തബിഊ മൻ ലാ യസ്അലുകും അജറാ. ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ പ്രബോധനത്തിന് ഇറങ്ങി തിരിച്ച ഇവരുടെ നിങ്ങൾ വിശ്വസിക്കണേ, പിൻപറ്റണേ. വഹും മുഹ്തദൂൻ. അവർ സന്മാർഗം സിദ്ധിച്ചവരാണ്, അവർ ജനങ്ങളെ സന്മാർഗ പാന്താവിലേക്ക് തെളിക്കുന്നവരാണ്. മടിക്കണ്ട എന്ന് പറയുമ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം തിരിയുകയാ. കാരണം അവർക്ക് പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ കൈകളിലേക്ക് ബിംബങ്ങളെ നിർമ്മിച്ച് നൽകിയിരുന്ന ഹബീബുൻ നജാർ പോലും മുസ്ലിമായെന്ന് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും ദേഷ്യപ്പെടുകയാണ്. അവരെ വിളിച്ചു പറയുകയാണ്, ഇന്നാ തതയ്യർനാ ബികും. ഞങ്ങൾ നിങ്ങളെ ദുർലക്ഷണമായി കാണുകയാ. ലഇല്ലം തന്നഹു ലനർജുമന്നകും. നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ, ഈ നാട്ടിൽ വന്നുകൊണ്ട് ദീനി പ്രബോധനത്തിന്റെ മേഖലകൾ നിർത്തിവെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളെല്ലാവരും നിങ്ങളെ എറിഞ്ഞു കൊല്ലുന്ന
പറയുന്നതാണ്, ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഞങ്ങൾ നിങ്ങൾക്ക് വേദനാ ശിക്ഷ നൽകുന്നതാണ്. പക്ഷെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മേല് ബുത്റുസും റളിയല്ലാഹു അൻഹുമയും നിലകൊള്ളുകയാണ്. ഹബീബുൻ നജ്ജാർ എന്ന പ്രായം ചെന്ന മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കണമെന്ന് തന്റെ ജനതയോട് പറഞ്ഞപ്പോ, ഞങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിഗ്രഹം നിർമ്മിച്ചു നൽകിയ മനുഷ്യ, നീ ഇവരുടെ കൂടെ നിന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബുൻ നജ്ജാറിനെതിരെ തിരിയുകയാണ്. കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യൻ കല്ലെടുത്തെറിയുകയാണ്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബുൻ നജ്ജാറിന്റെ അടിവയറിനെ ചവിട്ടുകയാണ്. കൂടെ നിൽക്കുന്നവരെ പ്രഹരമേൽപ്പിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഹബീബുൻ നജ്ജാറിന്റെ കുടല് തന്റെ പൃഷ്ഠഭാഗത്തിലൂടെ പുറത്തു വരുകയാണ്. ജനങ്ങൾ മുഴുവനും പ്രായം ചെന്ന അദ്ദേഹത്തെ അവശനാക്കുകയാണ്. അടിച്ചടിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുകയാണ്. അദ്ദേഹം ഷഹീദാകുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി മഹാനവറുകൾ വിട പറയുകയാണ്. മഹാനവറുകൾ സ്വർഗത്തിൽ കടക്കുകയാണ്. ആരാണ് പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഖീല ദുഖുലിൽ ജന്ന, ഖീല ദുഖുലിൽ ജന്ന. അദ്ദേഹത്തോട് അല്ലാഹു പറയുകയാണ്, സ്വർഗത്തിൽ കടക്കണേ, സ്വർഗത്തിൽ കടക്കണേ. കാരണം ദീനീ പ്രബോധന മേഖലകളിൽ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട്, അവരുടെ പ്രഹരമേറ്റുകൊണ്ട്, അവരുടെ ചാട്ടവാരണിടിയേറ്റുകൊണ്ട്, അവരുടെ കല്ലേറിന് അടിവേറ്റുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മനുഷ്യ, നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നുകൊണ്ട് മഹാനുഭാവൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്യം സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ബിമാ ഗഫറ ലി റബ്ബി, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുകറമീൻ. എന്റെ സമൂഹം, എന്നെ ആക്രമിച്ചതാകുന്ന എന്റെ നാട്ടുകാർ, അന്താക്കിയ ജനവിഭാഗങ്ങൾ, ഈസാ നബിയുടെ അനുയായികളാകുന്ന ബുത്റുസും മത്തായും കടന്നു വന്നുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഏകദൈവ വിശ്വാസം പറഞ്ഞപ്പോ അതിനെ നിരാകരിച്ചുകൊണ്ട് എന്നെ മേൽ കുതിര കയറി എന്നെ കൊന്നുകളഞ്ഞതായ പാപികളായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹു എനിക്ക് പുറത്തു തന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ, കാരണം ഞാൻ ദോഷിയാ, ഞാൻ ഇവർക്ക് ആരാധിക്കാനുള്ള ബിംബങ്ങളെ നിർമ്മിച്ചു നൽകിയ വ്യക്തിയാണ്, ബഹുദൈവ ആരാധന നിർവഹിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ പ്രേരിപ്പിച്ച വ്യക്തിയാണ്. പക്ഷേ ദീനീ പ്രബോധന മേഖലകളിൽ ബുത്റുസിനും മത്തായിയും സഹായിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളതിന്റെ പേരിൽ, ഈസാ നബിയുടെ അനുയായിയായി സ്വഹാബിയായി നിലകൊണ്ടതിന്റെ പേരിൽ അല്ലാഹു എനിക്ക് സ്വർഗം നൽകി, അല്ലാഹു എനിക്ക് പവിത്രമായ സ്വർഗം നൽകിയ കാര്യം എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ പറയുന്നതായി പരിശുദ്ധ ഖുർആൻ. എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? പ്രവാചകന്മാർ മുഖേന ഹിദായത്ത് കിട്ടി, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിദായത്ത്. ആരാ പ്രവാചകൻ? സയ്യിദുനാ ഈസാ. ഈസാ നബിയുടെ അനുയായികളിൽപ്പെട്ട ബുത്റുസും റളിയല്ലാഹു അൻഹു, അവർ മുഖേന ഹിദായത്ത് കിട്ടിയ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എവിടെ പോയി? അവസാനം എവിടെത്തി? സ്വർഗത്തിലെത്തി. അപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് വഹും മുഹ്തദൂൻ എന്ന് ഖുർആൻ എടുത്ത് പറഞ്ഞത്. ഖുർആൻ പറയാൻ വഹും മുഹ്തദൂൻ. ഈ ഹിദായത്ത് കിട്ടാനാണ് 5 വഖത്ത് നിസ്കാരത്തിൽ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തഫ്സീർ ബൈലാവിയുടെ തുടക്കത്തിൽ അൻവാർ തൻസീൽ വ അസ്റാർ തഅവീൽ എന്നാണ് ബൈലാവിയുടെ ആ കിതാബിന്റെ പേര്. അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കുറച്ച് നാമങ്ങൾ, കുറച്ച് പേരുകൾ എടുത്തു എഴുതുന്നുണ്ട്. ഫാത്തിഹയുടെ പേര്, കുറച്ച് പേരുകൾ. എന്തൊക്കെയാണ് പേര്? ഉമ്മുൽ ഖുർആൻ. കുറെ നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിനൊരു നാമം കൂടിയുണ്ട്. എന്ത്? സൂറത്തു ദുആഇ. ഇത് പ്രാർത്ഥനയുടെ ഒരു സൂക്തം കൂടിയാണ്. ഏതാണ് ആ പ്രാർത്ഥന? ഏതാ പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതാണ് പ്രാർത്ഥന. അതിന് മുമ്പൊന്നും പ്രാർത്ഥനയില്ല. അവിടെ മുതലാണ് പ്രാർത്ഥനയുള്ളത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതാണ് മഹത്വം. ഗൈറിൽ മഗ്ളൂബി അലൈഹിം.
അവരാണ് ഇബ്ലീസ് അടക്കമുള്ള ബാക്കിയുള്ള അതിന്റെ അഹ്ലുകാർ, ബിദ്അത്തിന്റെ അഹ്ലുകാർ. അവരിൽ പെടാത്ത വലല്ലാഹി വഴിപിഴച്ച ഖൗമിൽ പെടാത്ത അഹ്ലുകാർ. അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. അൻഅംത അലൈഹിയിലും ഞങ്ങളത് ഉൾപ്പെടുത്തണം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം. അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വഖത്ത് നിസ്കാരം, 17 റക്അത്ത്. ഒരു സാദാ സീദാ മുഅ്മിൻ 5 വഖത്ത് നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടു. ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ്. റജബ് 27-നാണ് ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തി. മിഅ്റാജ് നടത്തിക്കൊണ്ടിരിക്കവേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട നമസ്കാരം, ആ നമസ്കാരത്തിലൂടെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഈ ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫർളിൽ മാത്രം. റവാത്തിബ് സുന്നത്തുകളാവുമ്പോൾ അധികരിച്ചു. മാബൈനൽ അദാനി സ്വലാത്തുൻ സയ്യിദുനാ റസൂലുള്ളാഹി. മുഅ്മിനായ മനുഷ്യന് ഓരോ ബാങ്കിനിടയിലും നമസ്കാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഓരോ സുന്നത്ത് നിസ്കാരമുണ്ട്. ഓരോ ബാങ്കിനിടയിലും ബാങ്കിനും ഇഖാമത്തിനും ഇടയിലും സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിലും നമ്മൾ അധികരിപ്പിക്കുമ്പോൾ എത്ര ഇഹ്ദിന പറയുന്നുണ്ട്, എത്ര നന്മാർഗം സന്മാർഗം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ. അപ്പൊ കിട്ടിയ ഹിദായത്തോ അത് അണയാതിരിക്കാൻ, അത് കൂടുതലായി വർദ്ധിക്കാൻ, ഈമാൻ കാമിലാകാൻ, പരിപൂർണ തലത്തിലേക്ക് എത്താൻ ഏറ്റവും വലിയ കമാലിയത്ത് ആർക്കാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. ഫഖൻ നബിയ്ന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര്? മുഹമ്മദ് മുസ്തഫ. അതിനപ്പുറത്തോട്ട് ആരുമില്ല. അങ്ങനത്തെ ഒരു കമാലിയത്ത് കിട്ടാൻ വേണ്ടിയാണോ? ഇല്ല, എന്തായാലും കിട്ടൂല. ഈമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ. ഞാനിവിടെ വരുമ്പോ ബഹുനിരാകുന്ന ഉസ്താദ്മാർ അതാണ് പറഞ്ഞത്. അൽ മർഉ മഅ മൻ അഹബ്ബ. ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.